2005-ലാണ് ടാറ്റ മോട്ടോഴ്സ് ആദ്യമായി എയ്സ് എന്ന മോഡലിനെ ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിച്ചത്. അന്ന് തൊട്ട് ഇന്നേ വരെ 20 വർഷം പിന്നിട്ടിട്ടും എയ്സ് എന്ന മോഡലിൻ്റെ വിൽപ്പനയിൽ യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല. അതിനൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ പ്രൈസിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല വണ്ടി, മെയിൻ്റനൻസ് കൊണ്ടും മൈലേജ് കൊണ്ടും പവർ കൊണ്ടും എല്ലാം ചേർന്ന ഒരു വണ്ടി വേറെ ഇല്ലയെന്ന് തന്നെ പറയാം. ആദ്യകാലങ്ങളിൽ ഡീസൽ വേരിയൻറ്റ് മാത്രമേ ടാറ്റ ഇറക്കിയിരുന്നുള്ളൂ. എന്നാൽ ഇന്നിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് പെട്രോൾ എയ്സിൻ്റെ വിശേഷങ്ങളാണ്. ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വണ്ടി ഒരു കണ്ടെയ്നർ ടൈപ്പ് ബോഡിയുള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുകളിൽ നമുക്കൊരു എയർ ഗാർഡ് കാണാൻ സാധിക്കും. അതുള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം പിക്കപ്പ് നമുക്ക് ഫീൽ ചെയ്യും. മുൻവശം നോക്കിക്കഴിഞ്ഞാൽ ടാറ്റയുടെ ഒരു ബാഡ്ജിങ്ങും അതിൻ്റെ അടിയിൽ ഒരു ഹെഡ്ലൈറ്റും സൈഡിൽ ഇൻഡിക്കേറ്ററും കാണാൻ സാധിക്കും. നല്ല മനോഹരമായ ഒരു ഗ്രില്ലാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഇൻഡിക്കേറ്ററും ഹെഡ്ലൈറ്റൊക്കെ സാധാ നോർമൽ ഹെഡ്ലൈറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഹാലജനൊന്നല്ല, നോർമൽ ലൈറ്റുകളാണ്. പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബമ്പർ, 2 റിഫ്ലക്ടറും നമുക്കതിൽ കാണാൻ സാധിക്കും. വശങ്ങളിലേക്ക് വരുമ്പോൾ ഡോറിൻ്റെ സൈഡിൽ തന്നെ ക്യാബിൻ സൈഡിൽ ഒരു ഇൻഡിക്കേറ്റർ കാണാൻ സാധിക്കും. പിന്നെ ഇത് ഒരു കണ്ടെയ്നർ ബോഡിയാണെന്ന് പറഞ്ഞല്ലോ, നല്ല മനോഹരമായിട്ടാണ് ഇതിൻ്റെ ബോഡി വർക്ക് ചെയ്തിരിക്കുന്നത്. ടയറിലേക്ക് വരുമ്പോൾ സിയറ്റിൻ്റെ റേഡിയൽ ട്യൂബ്ലെസ് LT ടയറാണ് കൊടുത്തിരിക്കുന്നത്. 12 ഇഞ്ചിൻ്റെ ടയറാണ് 4 ബോൾട്ടിൽ കൊടുത്തിരിക്കുന്നത്. ഈ മോഡൽ നമുക്ക് വന്നിരിക്കുന്നത് ചേസിൽ നിന്നും ബോഡി നട്ട് ബോൾട്ട് ഇട്ട് കെട്ടിപ്പൊക്കിയിട്ടുള്ള ഒരു ബോഡിയാണ് വന്നിരിക്കുന്നത്. ബ്രേക്കിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കും ബാക്കിൽ ഡ്രം ബ്രേക്കും ആണ് കൊടുത്തിരിക്കുന്നത്. 160 മില്ലിമീറ്റർ ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, ഫ്രണ്ടിലെ സസ്പെൻഷൻ പരബോളിക് സ്ലീവ് സ്പ്രിംഗ് സസ്പെൻഷനാണ്. അതുകൊണ്ട് തന്നെ മികച്ച ഒരു പെർഫോമൻസ് തന്നെ ഫ്രണ്ടിൽ നമുക്ക് ഇരിക്കുമ്പോൾ സാധിക്കും. കാരണം അധികം കുലുക്കങ്ങളൊന്നുമില്ലാതെ അത്യാവശ്യം നല്ല സുഖമായിട്ട് തന്നെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സസ്പെൻഷനാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. അതിൽ 4 നിപ്പിളും കൊടുത്തിട്ടുണ്ട് ഗ്രീസിങ്ങിന് വേണ്ടിയിട്ട്. ഇനി നമ്മൾ ബാക്കിലേക്ക് വരുമ്പോൾ സെമി എലിപ്റ്റിക്കൽ ലീവ് സ്പ്രിംഗ് സസ്പെൻഷനാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോഡ് ഇല്ലാത്ത ടൈമിൽ നമുക്ക് കുറച്ച് കുലുക്കങ്ങളൊക്കെ തോന്നാമെങ്കിലും ലോഡ് കയറ്റി ഒന്ന് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നല്ലൊരു യാത്രാസുഖം തന്നെ നമുക്ക് ഉണ്ടായിരിക്കും. സ്റ്റെപ്പിന് കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ്. സ്റ്റെപ്പിന് തൽക്കാലം ഊരി വെച്ചേക്കണം, അതാണ് അത് കാണാൻ സാധിക്കാത്തത്. ബാക്കിലെ ലീവ് സെറ്റിലും കൂടെ ഗ്രീസിങ്ങിനുള്ള ഒരു നിപ്പിൾ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായേനെ എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് കേട്ടോ. ഇനി നമ്മൾ ബാക്കിലേക്ക് വരുമ്പോൾ ബ്രേക്ക് ലൈറ്റ്, റിവേഴ്സ് ലൈറ്റ്, നമ്പർ പ്ലേറ്റ്, പിന്നെ പാർക്കിംഗ് സെൻസേഴ്സ്, അത് എന്തായാലും നല്ലൊരു സൗകര്യം തന്നെ. കാരണം ഒരു 1.5 മീറ്റർ ബാക്കിലുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ വന്ന് തടസ്സമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്കതിൽ PPP സൗണ്ട് ഫ്രണ്ടിൽ കേൾക്കാൻ സാധിക്കും. പിന്നെ ഈ കാണുന്ന ഒരു ബമ്പർ പോലത്തെ ഒരു സംഭവം കണ്ടില്ലേ, അതെന്തായാലും നന്നായിട്ടുണ്ട്. അതിൽ ചവിട്ടി ക്യാബിനകത്ത് കയറാനും പിന്നെ എന്തെങ്കിലുമൊക്കെ പുറകിൽ വന്ന് തട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ വേഗം അറിയാനും സാധിക്കും. ഇതൊരു പെട്രോൾ വണ്ടിയാണെന്ന് പറഞ്ഞല്ലോ. 26 ലിറ്ററാണ് ഇതിൻ്റെ പെട്രോൾ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് ബാറ്ററി കൊടുത്തിരിക്കുന്നത്. അതൊരു ചെറിയൊരു ബോക്സിനകത്താക്കി വെച്ചാൽ നന്നായിരുന്നു എന്നെനിക്ക് തോന്നി. കാരണം ചെളിയൊക്കെ തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനടുത്ത് ആയിട്ടാണ് എയർ ഫിൽറ്ററും കൊടുത്തിരിക്കുന്നത്. ഈ എയർ ഫിൽറ്ററിൻ്റെ അറ്റഭാഗം ഇങ്ങനെ കൊടുത്തങ്ങനെ കാരണം വെള്ളം കയറാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. അത് കരുതിയിട്ട് ആരും വെള്ളത്തിലൊന്നും കൊണ്ട് ഇറക്കാൻ നിൽക്കണ്ട. വെള്ളം കയറുന്നതൊക്കെ ആണെങ്കിൽ വെള്ളം കയറുക തന്നെ ചെയ്യും പല വഴി കൂടെ. ഈ വണ്ടിയുടെ ടോട്ടൽ ലെങ്ത്ത് വരുന്നത് 3800 മില്ലിമീറ്ററും വിത്ത് വരുന്നത് 1500 മില്ലിമീറ്ററുമാണ്. വീൽ ബേസ് 2100 മില്ലിമീറ്ററാണ് വരുന്നത്. ഒരു നോർമൽ മിററാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നോർമൽ ആയതുകൊണ്ട് തന്നെ അതിൽ വലിയ കാര്യമായിട്ടുള്ള ഡാമേജൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അത്യാവശ്യം വണ്ടിയൊക്കെ ഒന്ന് തട്ടിപ്പോയാലും. നമുക്കങ്ങനെ അകത്തുള്ള വിശേഷങ്ങളൊന്നും നോക്കാം. പതുക്കെ ഡോറും തുറക്കാം. ഡോറിലേക്ക് വരുമ്പോൾ കാര്യമായിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല. ഒരു നോർമൽ വേണ്ട എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ബോട്ടിൽ ഹോൾഡറും സ്പീക്കറിനുള്ള സ്പേസ് ഒന്നും കൊടുത്തിട്ടില്ല. ഉള്ളിലേക്ക് വരുമ്പോൾ ഒരു നോർമൽ സീറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം കുഷനിങ്ങും തൈ സപ്പോർട്ടൊക്കെ ഉള്ള ഒരു സീറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഡാഷ്ബോർഡിൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഈ സെഗ്മെൻറ്റിൽ കിട്ടാവുന്നതിൽ പ്രീമിയം ക്വാളിറ്റി ഡാഷ്ബോർഡാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതൊരു വാക്ക് ത്രൂ ക്യാബിൻ വേണമെങ്കിൽ ഇത് വിശേഷിപ്പിക്കാം. അതിനുള്ളൊരു സ്പേസൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. 2 സീറ്റാണ് അവൈലബിൾ ഉള്ളത്, ഡ്രൈവർ, കോ ഡ്രൈവർ. പിന്നെ ഇതിലൊരു ബോട്ടിൽ ഹോൾഡറും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം പേപ്പേഴ്സോ എന്തെങ്കിലുമൊക്കെ വെക്കാനുള്ള ഒരു പോക്കറ്റും കൊടുത്തിട്ടുണ്ട്.
കുഴപ്പമില്ല, മനോഹരമായൊരു ക്യാബിൻ തന്നെയാണ്. പിന്നെ ഈ ഗ്ലാസ് കൊണ്ട് വലിയ അത്യാവശ്യമൊന്നുമില്ല, കാരണം കണ്ടെയ്നർ ബോഡി ആയതിൻ്റെ പേരിൽ തന്നെ അധികം നോക്കി ഒന്നും കാണാൻ സാധിക്കില്ല. സീലിങ്ങിനും വലിയ തെറ്റൊന്നും പറയാൻ സാധിക്കില്ല. ഒരു റീഡിംഗ് ലാമ്പും കൊടുത്തിട്ടുണ്ട്. എല്ലാം നോർമലായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു ഹാൻഡിലും നമുക്ക് പിടിച്ച് കയറാൻ വേണ്ടിയിട്ട് അതിനകത്ത് കൊടുത്തിരിക്കുന്നു. നമുക്കിനി ഡ്രൈവർ സൈഡിലുള്ള ഡോറും തുറന്നു നോക്കിയാലോ. അവിടെയും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ബോട്ടിൽ ഹോൾഡറും സംഭവങ്ങളൊന്നും വെക്കാനുള്ള സ്പേസ് ഒന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ അഡീഷണൽ ആയിട്ട് ഒരെണ്ണം വേണമെങ്കിൽ ഫിറ്റ് ചെയ്യാം. അതുകൊണ്ട് ബുദ്ധിമുട്ടില്ല എന്നെനിക്ക് തോന്നുന്നു. ടാറ്റ എന്ന കമ്പനി എന്തായാലും ഈ ഏസ് എന്ന മോഡലിൻ്റെ ഈ ക്യാബിൻ്റെ ഉൾവശം നല്ലൊരു ഭംഗിയിൽ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെന്തായാലും നന്നായിട്ടുണ്ട്. ഡ്രൈവർ സീറ്റ് ഒന്ന് മറച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പുറകിൽ ജാക്കി, വീൽ സ്പാൻഡർ എന്ന് വേണ്ട സംഭവങ്ങളൊക്കെ വെക്കാനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. കുറേ സ്റ്റോറേജ് ഉണ്ട് ഇതിനകത്ത്. നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ലെങ്കിലും കുഞ്ഞു കുഞ്ഞു സ്റ്റോറേജുകൾ ഇതിൽ ഒരുപാട് കൊടുത്തിട്ടുണ്ട് ഈ കൊച്ചു വണ്ടിക്കകത്ത്. പിന്നെ ഗിയറിലേക്ക് വരുമ്പോൾ 5 ഗിയർ ട്രാൻസ്മിഷനാണ് കൊടുത്തിരിക്കുന്നത്. 5+1 കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ചെറിയ കുട്ടികളൊക്കെ വേണമെങ്കിൽ ഇരുത്താം, പോലീസ് പിടിക്കില്ല എന്നുണ്ടെങ്കിൽ. സാധാരണ നോർമൽ ഒരു ഹാൻഡ് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല വർക്കിംഗ് കണ്ടീഷനായിട്ടുള്ള ഒരു ഹാൻഡ് ബ്രേക്കാണ് കൊടുത്തിരിക്കുന്നത്. ചെറിയൊരു ഗ്ലോ ബോക്സും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം സാധനങ്ങളൊക്കെ അതിനകത്ത് കൊള്ളും. പിന്നെ ഈ കാണുന്ന മ്യൂസിക് സിസ്റ്റം കമ്പനി തന്നതല്ല, അത് എക്സ്ട്രാ ഫിറ്റിങ്സ് ആണ്. ഇവിടെ അത്യാവശ്യം നമുക്ക് ചില്ലറകളൊക്കെ വെക്കാം. പിന്നെ ഒരു ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഫാനും കമ്പനി തന്നതല്ല, അത് എക്സ്ട്രാ ഫിറ്റിങ്സ് ആണ്. ഇവിടെ ഫോണോ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം പേപ്പേഴ്സ്, പേനയൊക്കെ വെക്കാൻ സാധിക്കും. പിന്നെ മനോഹരമായൊരു കൊച്ചു മീറ്റർ കൊടുത്തിട്ടുണ്ട്. ഡിജിറ്റൽ മീറ്ററാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും ആ മീറ്ററിനകത്ത് ഉണ്ട്. ഒരുപാട് സംഭവവികാസങ്ങളൊന്നുമില്ല, നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കൊച്ചു ഹോൺ കൊടുത്തിട്ടുണ്ട്. ഇത് ഏറ്റവും നല്ല, ഈ സെഗ്മെൻറ്റിൽ കിട്ടുന്ന ഏറ്റവും നല്ല ഹോണാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ലിവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഇക്കോ മോഡ്, പവർ മോഡാണ്. പവർ മോഡിന് വേണ്ടി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഇക്കോ മോഡ് ഓഫ് ചെയ്തിട്ടാൽ മതി. ഇക്കോ മോഡ് ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം മൈലേജൊക്കെ കിട്ടും, കുറച്ച് വലിയ കുറയും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫ്രണ്ടിലെ വിശേഷങ്ങൾ. പിന്നെ നമുക്കിവിടെ ഹെഡ്ലൈറ്റിൻ്റെ പൊക്കാനും താത്താനൊക്കെ ഉള്ള ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അത്ര തന്നെ. നമുക്ക് വേണ്ട കുറച്ച് സംഭവങ്ങളൊക്കെ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അല്ലാതെ ഒരുപാട് സംഭവവികാസങ്ങളൊന്നും കൊടുത്തിട്ടുണ്ടെങ്കിലും നമുക്കൊരു സാമാന്യ ഒരാൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ക്ലച്ച് ചവിട്ടിയാണ് ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഇത് പെട്രോൾ വേരിയൻ്റ് ആയതുകൊണ്ടായിരിക്കും അങ്ങനെ. നല്ല ഒരു സ്റ്റാർട്ടിങ് ഒരു ഇത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഒറ്റയടിക്ക് തന്നെ സ്റ്റാർട്ട് ആവുന്നുണ്ട്. വേറെ ട്രബിളും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇതൊരു കണ്ടെയ്നർ ബോഡിയാണെന്ന് പറഞ്ഞല്ലോ. നമുക്കതിൻ്റെ ബാക്കൊന്ന് തുറന്നു നോക്കിയാലോ. നമ്മളൊരു മീൻ വണ്ടിയുടെ ബാക്കൊക്കെ തുറക്കണ പോലെയാണ് കേട്ടോ ഇതിൻ്റെ ലിവറൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം കമ്പനി ബോഡിയാണ്. കമ്പനി ബോഡി കെട്ടി വരുന്ന ഒരു ബോഡിയാണ്. ജപ്പാൻ ഷീറ്റിലാണ് ഇതിൻ്റെ ബോഡി കെട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആക്സിഡൻറ്റ് സംഭവിച്ചാൽ പെട്ടെന്നൊന്നും ഡാമേജ് ആവില്ല. 694 കിലോ ആണ് ഇതിൻ്റെ പേലോഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. പക്ഷേ എല്ലാവർക്കും അറിയാം, അത്ര നല്ല രീതിയിൽ ആൾക്കാർ സാധനങ്ങൾ കയറ്റുക. ഏകദേശം ഒരു 1500 കിലോ വരെയൊക്കെ ഇതിൽ കുത്തി നിറച്ച് കയറ്റിക്കൊണ്ടുവന്ന ബിരുദന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഇത് നല്ല പെർഫോമൻസ് തന്നെ കിട്ടും എത്ര ലോഡ് കയറ്റിയാലും. നമുക്കിത് ഉപയോഗിക്കുക ഈ പാലിൻ്റെ സപ്ലൈ, ബേക്കറി സപ്ലൈ, അങ്ങനത്തെ ഡെലിവറിക്ക് വേണ്ടിയിട്ടാണ് ഈ വണ്ടി മാക്സിമം ആൾക്കാർ ഉപയോഗിക്കുക. ഇങ്ങനെ ബോഡി കെട്ടിയിട്ട് ഉപയോഗിക്കുക. ബോഡി ഇല്ലാണ്ട് ഉള്ള വണ്ടികൾ എടുക്കുന്നവരും ഉണ്ട്. നമുക്ക് ഈ മോഡൽ ചേസായിട്ടും കമ്പനിയിൽ നിന്ന് എടുക്കാൻ പറ്റും, പെട്ടിയായിട്ടും എടുക്കാൻ പറ്റും. നമുക്ക് ഇതുപോലെ കണ്ടെയ്നർ ബോഡി അടിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ കമ്പനിയിൽ നിന്ന് തന്നെ അവരത് അടിച്ച് സെറ്റാക്കി തരും. എന്നിട്ട് നമുക്ക് RCBയിലൊക്കെ കയറ്റിയിട്ട് തരും. ബാക്കി വിശേഷങ്ങൾ നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് പറഞ്ഞാലോ. അപ്പോൾ കുറച്ചും കൂടെ കാര്യമായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും. 694 cc BS6 എഞ്ചിനാണ് ഈ വണ്ടിയിൽ വരുന്നത്. ഇതൊരു 4 സ്ട്രോക്ക് വാട്ടർ കൂൾഡ് എഞ്ചിനാണ്. നമുക്കൊരു 2500-3000 RPMൽ 55 Nm ടോർക്ക് നമുക്ക് ഇതിൽ നിന്ന് അച്ചീവ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യകാലങ്ങളിൽ കണ്ടുവന്നിരുന്ന ഡീസൽ എഞ്ചിനും ഈ പെട്രോൾ എഞ്ചിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഒടുക്കത്തെ വലിയാന്ന് തന്നെ പറയാം. കാരണം ഡീസൽ എഞ്ചിന് വലിയ കുറവ് എന്നുള്ളൊരു കംപ്ലയിൻസ് ആ സമയത്ത് തന്നെ ഉണ്ടായിരുന്നു. എന്നാലും ഒരുപാട് ആൾക്കാർ ഡീസൽ എഞ്ചിൻ ഇപ്പോഴും വാങ്ങുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. കാരണം അതിൻ്റെ ഒരു പെർഫോമൻസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. പക്ഷേ ഈ പെട്രോളിലേക്ക് നോക്കുമ്പോൾ നമുക്കൊരു കാർ ഓടിച്ച് പോകുന്ന ഒരു ഫീലാണ് നമുക്ക് തോന്നുക. പിന്നെ ഇതിൻ്റെ സ്റ്റിയറിങ് പവർ സ്റ്റിയറിംഗ് ഒന്നുമല്ല, സാധാരണ സ്റ്റിയറിംഗ് തന്നെയാണ്. പക്ഷേ നല്ലൊരു ഫ്രീ ആയിട്ടുള്ള സ്റ്റിയറിംഗ് തന്നെയാണ്. നമുക്കത് ടൈറ്റും കാണുന്നത് അനുഭവപ്പെടില്ല. പിന്നെ നമ്മൾ ഈ ഇരിക്കുന്ന ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ഒരു കമാൻഡിങ് പൊസിഷൻ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നല്ലൊരു ഹൈറ്റ് ഇരുന്നിട്ട് നല്ലൊരു വിസിബിലിറ്റി കിട്ടുന്ന ഒരു പൊസിഷനാണ് നമ്മൾ ഈ ഇരിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു കാറിൽ ഇരുമ്പോൾ ഒരു കുഴിയിലിരിക്കുന്ന ഒരു ഫീലല്ലേ. ഇതാകുമ്പോൾ നമുക്ക് ഒരു ഫ്രണ്ടിൽ കാറ് പോകണമെങ്കിൽ തന്നെ അതിന് മുൻവശത്തുള്ള വണ്ടികൾ നമുക്ക് കാണാൻ നമുക്ക് അത്യാവശ്യം നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ നല്ലൊരു വിസിബിലിറ്റി നമുക്ക് ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടും. 15 കിലോമീറ്ററാണ് നമുക്ക് ഇതിൽ കിട്ടുന്ന മൈലേജ് കമ്പനി അവകാശപ്പെടുന്നത്. എന്നാലും നമുക്കൊരു 13-14 പ്രതീക്ഷിക്കാം. പിന്നെ ഞാൻ ഇതിൻ്റെ ഫ്രണ്ടിൽ സസ്പെൻഷൻ്റെ കാര്യം ഞാൻ നേരത്തെ എടുത്ത് പറഞ്ഞല്ലോ. നമുക്ക് അത്യാവശ്യം ലോഡ് ഇല്ലാത്ത സമയത്തായാലും ഫ്രണ്ടിൽ നമുക്ക് നല്ലൊരു യാത്ര സുഖം കിട്ടും.
ചെറിയ ചെറിയ ഗട്ടറിലൊന്നും വീണാലൊന്നും വലിയ വിഷയങ്ങളൊന്നുമില്ല. പിന്നെ ലോഡ് കയറ്റുന്ന സമയത്താണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് സുഖം ഫ്രണ്ടിൽ കിട്ടാൻ സാധിക്കും. പിന്നെ ബാക്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ലോഡ് ഉണ്ടെങ്കിലാണ് അതിൻ്റെ ഒരു ഫീല് നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. ലോഡ് ഇല്ലാത്തപ്പോൾ ഇത്തിരി കുലുക്കം കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ബാക്കിൽ. നമ്മൾ ഓരോ ഗിയർ മാറുന്നതിന് മുന്നേ നമുക്ക് ഗിയർ മാറാറായെന്ന് നമ്മൾ അറിയിച്ചും കൊണ്ട് ഒരു വാർണിംഗ് സൗണ്ട് നമുക്ക് നമ്മുടെ മീറ്ററിൻ്റെ ഭാഗത്തു നിന്ന് വരും. അത് കുറച്ചൊക്കെ ഒരു അരോചകമായിട്ട് തോന്നുമെങ്കിലും പിന്നെ പിന്നെ അത് ശീലമായിക്കോളും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ടാറ്റ എയ്സ് ഗോൾഡ് പെട്രോൾ വണ്ടിയുടെ 46,000 കിലോമീറ്ററോടെ ഈ വണ്ടിയുടെ വിശേഷങ്ങൾ. തീർച്ചയായിട്ടും ഇത് നല്ലൊരു വണ്ടിയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. പിന്നെ മൈലേജിൻ്റെ കാര്യത്തിൽ മാത്രം ചെറിയൊരു കോംപ്രമൈസ് നമ്മൾ ചെയ്യേണ്ട വരും. പക്ഷെ എന്നാലും വേറെ കംപ്ലയിൻസ് കാര്യങ്ങളും ഒന്നും ഇത് തന്നെ വലിയൊരു പെട്രോൾ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും ബൈ. ഇത്ര നേരം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.